എത്രയും വേഗം ഇനി 11 മണിയാവണേ, എന്നിട്ട് വേണം മീൻ കഴിക്കാന്ന് പറഞ്ഞിട്ട് എവിടെയുള്ളവർ വെയിറ്റ് ചെയ്ത് കിടക്കണ കിടപ്പാണ് കേട്ടോ അത്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് കാറ്റ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പാലും വെള്ളം കൂടിയൊക്കെ കൂടി തിളപ്പിച്ച് ആറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കും കേട്ടോ. അപ്പം നമ്മുടെ പട്ടിക്കുട്ടി പാതി പഠിച്ചിട്ടുണ്ട് കേട്ടോ. പട്ടിക്കുട്ടി രാവിലെ ബ്രെഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അവൻ്റെ ആഗ്രഹം വേറെ ഒന്നല്ല, ഉച്ചയ്ക്ക് മീൻകുട്ടി ചോറുന്നതാണ്. അപ്പോൾ ഇവിടെ അച്ചു അലമാര ഒതുക്കുന്ന സമയത്ത് നമ്മുടെ ബൊമ്മിക്കുട്ടി വന്നിട്ട് ഇതാ കാണിക്കുന്ന അക്രമങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. ബൊമ്മിക്കുട്ടിക്ക് കൊട്ടയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. നമുക്ക് നൊസ്റ്റാൾജിയ വന്ന പോലെ ബൊമ്മിക്കുട്ടിക്ക് എന്തൊക്കെയോ പഴയ ഓർമ്മകൾ വന്നു തോന്നും കേട്ടോ. ഭയങ്കര സന്തോഷം. കുറേ നേരം അതിൽ അടച്ചിട്ടോളെ. അപ്പോൾ ഇതാ നമ്മുടെ പീക്കിരിക്കുട്ടി എൻ്റെ മിഷീൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവൻ ഇപ്പോൾ എപ്പോൾ നോക്കിയാലും ഇവിടെയാണ് കിടപ്പ്. അപ്പം ഞാൻ അവന് തൊടുക തലോടെ എന്തെങ്കിലും ചെയ്ത് അപ്പം അവൻ ഓടി പോയിട്ട് അവൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ടിരിക്കും കേട്ടോ. പിന്നെ അമ്മയുടെ സ്നേഹലാളനത്തിൽ മയങ്ങിയാലാണ് കേട്ടോ അവന് സമാധാനമുള്ളൂ. എപ്പം ഞാൻ പീക്കിരിക്കുട്ടനെ അങ്ങനെ തൊട്ട് കഴിഞ്ഞാലും പീക്കിരിക്കുട്ടൻ അങ്ങനെയാണ് കേട്ടോ. അപ്പം ചമ്പിക്കുട്ടടുത്തേക്ക് ഓടിപ്പോവും. അപ്പം നമ്മുടെ ബബിളുകൂട്ടൻ പാവം പാവം പറഞ്ഞിട്ട് കുറേ പേര് കമന്റ് ഇട്ടുണ്ടായിരുന്നു. സത്യമായിട്ടും ബബിളുകൂട്ടൻ പാവാണ് കേട്ടോ. അപ്പം നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ രാത്രി എവിടെ കിടക്കുക എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറിഞ്ഞിയും ബൊമ്മി വർക്കേരിയയിലാണ് കിടക്കുക. ചമ്പിക്കുട്ടിയും ബബിളുകുട്ടനും നമ്മുടെ പീക്കിരിയും കൂടി മുകളിൽ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അവിടെ 2-3 റൂമൊക്കെ ഉണ്ട്. അവരവിടെ കിടക്കൂട്ടോ. ചിലപ്പോൾ ചമ്പിക്കുട്ടിയൊക്കെ ചുമരൊക്കെ ചാടി പുറത്തേക്കൊക്കെ വരും. അപ്പം ഞാനിങ്ങനെ വർക്കേരിയയിൽ മുകളിലൊക്കെ ഇതേപോലെ ഇങ്ങനെ ബേസിനിൽ പാറമണലല്ല മരപ്പൊടിയാണ് കേട്ടോ. അത് നമ്മൾ മുമ്പ് പാറമണലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം മരപ്പൊടിയാണ്. മരപ്പൊടി ഇങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും രാവിലെ നല്ല ഉറക്കാണ് കേട്ടോ. കുറിഞ്ഞിതായി കസേരയിൽ കിടന്നുറങ്ങണു. അപ്പോൾ രാവിലെ നമ്മുടെ വീട്ടിൽ ബിസ്ക്കറ്റ് കഴിക്കാൻ വന്നൊരു പട്ടിക്കുട്ടിയാണ് കേട്ടോ. അത് കുട്ടിയല്ല, അത് വയസ്സായിട്ടോ, ഒരുപാട് വയസ്സായിരിക്കണു. അപ്പോൾ അവർക്കൊക്കെ ഫുഡ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഇന്നത്തെ വീഡിയോ അല്ല, ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാനിതങ്ങനെ നെയ്യൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ദോശ ഇങ്ങനെ വലുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം കഴിച്ച് തന്നെ വയറുന്നറിയും. അപ്പം അതങ്ങനെ ഒരു 2 ദോശ എടുത്തു. ചെറിയ ഉള്ളിയും പരിപ്പും തക്കാളിയും കൂടിയൊക്കെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. ദോശയും സാമ്പാറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഓരോ വായ തരട്ടെ.